വെടിനിർത്തൽ ധാരണ ലംഘിച്ച് അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നൊരു സാഹചര്യമാണ്. ജമ്മു കാശ്മീരിലെ പല മേഖലകളിലും വലിയ രീതിയിൽ ഷെല്ലാക്രമണമൊക്കെ ഉണ്ടായെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനഗറിലുടനീളം സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായെന്നും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നു. വെടിനിർത്തലിന് എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. ശ്രീനഗറിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാന് കൃത്യമായൊരു മറുപടി വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തന്നെ നൽകുമെന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ഉണ്ടായി ഓപ്പറേഷൻ സിന്ധൂർ അടക്കം ഇന്ത്യ നടത്തിയൊരു സാഹചര്യത്തിൽ പൂർണ്ണ പിന്തുണ തന്നെയാണ് ജമ്മു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിരുന്നത്. സേനയോടൊപ്പം നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനൊപ്പം പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് വെടിനിർത്തലിന് സംഭവിച്ചത് എന്നുള്ളത്. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും മറുപടികൾ ഉണ്ടാകും. സൈന്യം ഒരുങ്ങുന്നുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനവും ശ്രീനഗറിൽ സജ്ജമാണ് എന്നുള്ളതും കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്.